മെയിൻ പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ്. മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അപ്പോൾ മെയിൻ പ്രൊഡക്റ്റ് റെഫേഴ്സ് ടു ദ പ്രൈമറി പ്രൊഡക്റ്റ് ഓഫ് ഗ്രേറ്റർ വാല്യൂ പ്രൊഡ്യൂസ്ഡ് ഇൻ എ മാനുഫാക്ചറിങ് പ്രോസസ്. അത് ഒരു നമുക്കറിയാം സൈമൾട്ടേനിയസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ജോയിന്റ് പ്രൊഡക്റ്റ് ആയിട്ടും കോ പ്രൊഡക്റ്റ് ആയിട്ടും മെയിൻ പ്രൊഡക്റ്റ് ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടും ഒക്കെ നമ്മൾ ഈ ടേമുകളൊക്കെ എന്താണ് സൈമൾട്ടേനിയസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യത്യസ്ത തരം ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള കുറിച്ചാണ്. ഓക്കെ, അതിൽ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കമ്പനിയുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള പ്രൊഡക്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് എന്താണ് അതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ കമ്പനി പ്രധാന ലക്ഷ്യം, ആ കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്ന്, അതിനെയാണ് മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. Then, byproduct refers to secondary product of lesser value produced incidentally during the same process. ഒരേ പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ലെസർ വാല്യൂ, കുറഞ്ഞ വിലയുള്ള വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഓക്കെ, അതെങ്ങനെയാണ്, മെയിൻ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഇൻസിഡന്റലി, അതിനോടൊപ്പം എന്താണ്, ഇൻസിഡന്റലി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ് എന്ത്, ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ എന്താണ് ഷുഗറിന് ഒരു എക്സാമ്പിൾ കൊടുത്തത്, മെയിൻ പ്രൊഡക്റ്റ് ഷുഗർ, ബൈ പ്രൊഡക്റ്റ് മൊളാസസ്, എന്താണ് പഞ്ചസാരയും ശർക്കരയും എന്ന് പറയുന്നത് എന്താണ്, മെയിൻ പ്രൊഡക്റ്റ് പഞ്ചസാര, അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ശർക്കര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെയിൻ പ്രൊഡക്റ്റ് സോപ്പ്, അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതാണ് ഗ്ലിസറിൻ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. ഓക്കെ, അപ്പം മെയിൻ പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മൂസിനോ ഒന്നും കേൾക്കുന്നില്ലേ നമുക്ക്? കേൾക്കാത്ത പ്രശ്നമുണ്ടോ വാട്സപ്പില്? ഓക്കെ. ദെൻ അപ്പം മെയിൻ പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ്, ദെൻ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇനി നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബൈ പ്രൊഡക്റ്റ്. ദെൻ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രൊഡ്യൂസ് ഇൻസിഡന്റലി ടു ദി മെയിൻ പ്രൊഡക്റ്റ്. മെയിൻ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് ഒപ്പം അല്ലെങ്കിൽ അതിന് ഇൻസിഡന്റലി നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് എന്ത്, ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം ലഭിക്കുന്ന ഒന്നാണ് ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാന ലക്ഷ്യം ബൈ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുക എന്നല്ല. ഓക്കെ, ദെൻ രണ്ടാമത് ക്വാണ്ടിറ്റി ഈസ് ലെസ് ദാൻ ദി മെയിൻ പ്രൊഡക്റ്റ്. അപ്പൊ മെയിൻ പ്രൊഡക്റ്റിന്റെ അത്ര അളവിൽ എന്തുണ്ടാവണമെന്നില്ല, ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവണമെന്നില്ല. ദെൻ സ്മോൾ ഇൻ വാല്യൂ, മെയിൻ പ്രൊഡക്റ്റിനേക്കാളും എന്താണ് വില കുറവായിരിക്കും എന്തിന്, ബൈ പ്രൊഡക്റ്റിന്. ദെൻ ജനറലി ഡോ നോട്ട് റിക്വയർ ഫർദർ പ്രോസസിങ് ബട്ട് മേ സം ടൈം നീഡ് ഇറ്റ്. ചില സമയത്ത് എന്താണ്, ബൈ പ്രൊഡക്റ്റിന് ഒരു ഫർദർ പ്രോസസിങ്, വീണ്ടും ഒരു പ്രോസസിങ്ങിന്റെ ആവശ്യം ഉണ്ടാവില്ല. അത് ഇൻസിഡന്റലി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. അത് എന്താണ്, നമുക്കറിയാം ലെസർ വാല്യൂ ഉള്ള ഒന്നാണ്. അപ്പൊ അതിന്റെ മുകളിൽ കൂടുതൽ സമയം ചെലവാക്കാൻ ഓരോ ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഫർദർ പ്രോസസ്സിംഗ് ഒന്നും ഇല്ലാതെ തന്നെ വിറ്റ് പോകുന്ന ഒന്നായിരിക്കും മിക്കവാറും ബൈ പ്രൊഡക്റ്റ്. ചിലപ്പോൾ എന്തുണ്ടാവും, ചില ഫർദർ പ്രോസസ്സിങ്ങും ചില സമയത്ത് വരാം. ഓക്കെ, ദെൻ ലിമിറ്റഡ് കൺട്രോൾ ഓവർ ബൈ പ്രൊഡക്റ്റ്. ബൈ പ്രൊഡക്റ്റിന് മുകളിൽ അത്രയധികം എന്താണ് കൺട്രോൾ ഒന്നും എന്തെല്ലാം കൺട്രോൾ മെഷേഴ്സ് ഒന്നും എടുക്കാറില്ല. കാരണം അതിനത്ര ഫോക്കസ് ചെയ്യുന്ന ഒന്നല്ല എന്ത് പറയുന്നത്, ഈ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഇനി നോക്കാം നമുക്ക് ഡിഫറൻസ് എമംഗ് ജോയിന്റ് പ്രൊഡക്റ്റ്, മെയിൻ പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ്. ഇത് മേ ബി നിങ്ങൾക്ക് എന്താണ് ഒരു എക്സാമിന് ചോദിക്കാം, ഈ ഇതിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് കേട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന്റെ ഇമ്പോർട്ടൻസിന്റെ അടിസ്ഥാനത്തിൽ നോക്കുക. ജോയിന്റ് പ്രൊഡക്റ്റ് ഇമ്പോർട്ടൻസിന്റെ അടിസ്ഥാനം മോർ ഓർ ലെസ് ഈക്വൽ ഇമ്പോർട്ടൻസ് ഓർ, അതായത് ഇവിടെ എന്താണ്, ജോയിന്റ് പ്രൊഡക്റ്റിന്റെ കേസിൽ എന്താണ്, ഓരോ പ്രൊഡക്റ്റുകൾ തമ്മിൽ മോർ അല്ലെങ്കിൽ ലെസ് ഈക്വൽ ഇമ്പോർട്ടൻസ് ഓർ ഈക്വൽ, ഇതൊന്നുകൂടി ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവിടെ നമുക്ക് ഈ ബൈ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് ജോയിന്റ് പ്രൊഡക്റ്റിന്റെ കേസിൽ ജോയിന്റ് പ്രൊഡക്റ്റും ബൈ പ്രൊഡക്റ്റും അതുപോലെ എന്താണ് മെയിൻ പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇമ്പോർട്ടൻസിന്റെ കേസിൽ ഈ ജോയിന്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പരസ്പരം അതിൽ എല്ലാ പ്രൊഡക്റ്റും ഒന്ന് എ ബി സി എന്നുണ്ട് വിചാരിക്കുക, അതിലുള്ള എല്ലാ പ്രൊഡക്റ്റുകളും എന്താണ് ഒരു അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. എന്നാൽ മെയിൻ പ്രൊഡക്റ്റിന്റെ കേസിൽ മേജർ ഇമ്പോർട്ടൻസ്, ഈ മെയിൻ പ്രൊഡക്റ്റിന്റെ കേസിൽ എന്താണ് അതിന് ഇമ്പോർട്ടൻസ് നോക്കുമ്പോൾ മെയിൻ പ്രൊഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബൈ പ്രൊഡക്റ്റിന് എന്താണ് മൈനർ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഓക്കെ, ഇനി സെയിൽസ് വാല്യൂന്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ജോയിന്റ് പ്രൊഡക്ട്സിൽ
മോർ ഓർ ലെസ് ഈക്വൽ വാല്യൂ. ജോയിന്റ് പ്രൊഡക്റ്റുകൾക്ക് എന്താണ് ചിലപ്പോൾ എല്ലാത്തിനും ഒരേ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഒന്നിന് ചിലപ്പോൾ കുറച്ച് കൂടുതൽ വാല്യൂ ഉണ്ടാവും, ഒന്നിന് ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. ഏത് ജോയിന്റ് പ്രൊഡക്ട്സ് ആകുമ്പോൾ. ഓക്കെ. എന്നാൽ മെയിൻ പ്രൊഡക്റ്റിന്റെ കേസിൽ സിഗ്നിഫിക്കന്റ് സെയിൽസ് വാല്യൂ, മെയിൻ പ്രൊഡക്റ്റിന് എന്താണ് ബൈ പ്രൊഡക്റ്റിനേക്കാളും മറ്റുള്ള ജോയിന്റ് പ്രൊഡക്ട്സിനേക്കാളൊക്കെ എന്താണ് കുറച്ചധികം ഒരു സിഗ്നിഫിക്കന്റ് ഒരു മാറ്റം, സിഗ്നിഫിക്കന്റ് സെയിൽസ് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് കുറച്ചധികം വില ഉണ്ടായിരിക്കും. ദെൻ അടുത്ത ബൈ പ്രൊഡക്റ്റ്, ഇൻസിഗ്നിഫിക്കന്റ് സെയിൽസ് വാല്യൂ, അത്ര അധികം വാല്യൂ ഉള്ള ഒന്നല്ല ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ മൂന്നാമത്തെ ഡിഫറൻസ് പറഞ്ഞ എന്ത് ബേസ്ഡ് ആണ്? ഒബ്ജക്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രി. ഇത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ഡിഫറൻസ് പറയുന്ന സമയത്ത് ജോയിന്റ് പ്രൊഡക്റ്റ് എന്താണ് പ്രൈമറി ഒബ്ജക്റ്റീവ് ആവാം, അതുപോലെ തന്നെ മെയിൻ പ്രൊഡക്റ്റും പ്രൈമറി ഒബ്ജക്റ്റീവ് ആവാം ആ സ്ഥാപനത്തിന്. എന്നാൽ ബൈ പ്രൊഡക്റ്റ് എന്താണ് ആ ബിസിനസിന്റെ ഇൻഡസ്ട്രിയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ല, എന്താണ് അവിടെ സെക്കൻഡറി ഒബ്ജക്റ്റീവ് ആയിരിക്കും. ഓക്കെ. ദ നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ ഉൽപാദനത്തിന്റെ സ്വഭാവം അനുസരിച്ച് നോക്കുമ്പോൾ എന്താണ് ജോയിന്റ് പ്രൊഡക്ട്സ് സൈമൾട്ടേനിയസ്ലി പ്രൊഡ്യൂസ്ഡ്, അതെന്താണ് ഒരൊറ്റ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് സൈമൾട്ടേനിയസ്ലി ഒരുമിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. ദെൻ മെയിൻ പ്രൊഡക്റ്റ് എന്ന ഇന്റൻസ്ലി പ്രൊഡ്യൂസ്ഡ്, നമ്മൾ എന്താണ് വേണമെന്ന് വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് ഇത് മെയിൻ പ്രൊഡക്റ്റ്. ദെൻ ബൈ പ്രൊഡക്റ്റ് ഇൻസിഡന്റലി പ്രൊഡ്യൂസ്ഡ്, അതെന്താണ് അതിന്റെ ഇൻസിഡന്റലി മീൻസ് അതിന്റെ കൂടെ നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒന്നല്ല. എന്നാൽ എന്താണ് മെയിൻ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന്റെ കൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസിഡന്റലി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ് എന്ത് ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് മോർ ഓർ ലെസ് ഈക്വൽ ക്വാണ്ടിറ്റി. ജോയിന്റ് പ്രൊഡക്റ്റ് എന്താണ് ഏകദേശം ഒരേപോലെ ആയിരിക്കും. മെയിൻ പ്രൊഡക്റ്റ് എന്താണ് ഗ്രേറ്റർ ക്വാണ്ടിറ്റി, ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നത് ഉണ്ടായിരിക്കും. ബൈ പ്രൊഡക്റ്റോ ലെസർ ക്വാണ്ടിറ്റി, വളരെ കുറച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളൂ. ദെൻ ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് ലാസ്റ്റ് ഡിഫറൻസ് പറയുന്നത്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നോക്കുന്ന സമയത്ത് കോസ്റ്റ് അപ്പോർഷൻഡ്, അതായത് ജോയിന്റ് പ്രൊഡക്റ്റിന്റെ ആയാലും മെയിൻ പ്രൊഡക്റ്റിന്റെ കേസിൽ എന്താണ് അതിലുണ്ടാവുന്ന ജോയിന്റ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. എന്നാൽ ബൈ പ്രൊഡക്റ്റിന്റെ കേസിൽ എന്താണ് അങ്ങനെ ഒരു അപ്പോർഷൻമെന്റ് ഇല്ല. മാനുഫാക്ചറിങ് കോസ്റ്റ് ആർ നോട്ട് അപ്പോർഷൻഡ്. ബൈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് വരുന്ന ഈ ചെലവ് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി ഇല്ല. ഓക്കെ. ഇതാണ് ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഡിഫറൻസ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു 6 ഡിഫറൻസ് ആണ് ജോയിന്റ് പ്രൊഡക്റ്റും മെയിൻ പ്രൊഡക്റ്റും ബൈ പ്രൊഡക്റ്റും തമ്മിലുള്ളത്. ഇത് ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം ഇത് നിങ്ങൾക്ക് എന്താണ് ജോയിന്റ് പ്രൊഡക്റ്റിനെ മാത്രം കുറിച്ച് ഈ ടേബിളിനെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാൻ ഇത് മതിയാവും. മെയിൻ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാൻ ഇത് മതിയാവും. ഓക്കെ. അപ്പൊ ഈ ഒരു ടേബിൾ അങ്ങനെ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് അതിന് മാത്രം ഒരു പാരഗ്രാഫ് എഴുതാനും അതുപോലെ അല്ലെങ്കിൽ ഇതിനോട് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു എസ്സേ തിയറി ക്വസ്റ്റ്യൻസ് എഴുതാനൊക്കെ ഇത് ഉപകാരപ്പെടും. ഓക്കെ. ദെൻ ഇനി അക്കൗണ്ടിങ് ഓഫ് ബൈ പ്രൊഡക്റ്റ്. ബൈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് അക്കൗണ്ട്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ബൈ പ്രൊഡക്റ്റിനെ നമുക്ക് രണ്ട് ഇതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് നോൺ കോസ്റ്റ് ഓർ സെയിൽസ് മെത്തേഡ് എന്നും അതുപോലെ തന്നെ എന്താണ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ബൈ പ്രൊഡക്റ്റിന്റെ അക്കൗണ്ട്സ് ട്രീറ്റ്മെന്റിന് രണ്ട് മെത്തേഡ്, തിയറി മാത്രം നോക്കിയാൽ മതി. രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് നോൺ കോസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ സെയിൽസ് മെത്തേഡ്, പിന്നെ രണ്ടാമത്തെ മെത്തേഡ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയും. ഇതിൽ ഒന്നാമത്തെ എന്താണ് നോൺ കോസ്റ്റ് മെത്തേഡിലെ ആദ്യത്തെ മെത്തേഡാണ് മിസ്ലീനിയസ് ഇൻകം മെത്തേഡ്. മിസ്ലീനിയസ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ പേര് തന്നെയുണ്ട് മിസ്ലീനിയസ് ഇൻകം. ഒരു ബിസിനസിന്റെ എന്താണ് മെയിൻ ഇൻകം അല്ലാതെ നമുക്ക് ഇൻസിഡന്റലി ഉണ്ടാവുന്ന വരുമാനങ്ങളൊക്കെ നമ്മളൊരു എന്തായിട്ട് കാണിക്കും, അതിന്റെ ഓരോന്നും പേരെടുത്ത് കാണിക്കാതെ എല്ലാത്തിന്റെയും കൂടിയിട്ട് ഒരൊറ്റ പേരിനുള്ളിൽ എഴുതും മിസ്ലീനിയസ്. ഓക്കെ. അതാണ് മിസ്ലീനിയസ് ഇൻകം മെത്തേഡ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മെയിൻ പ്രൊഡക്റ്റിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ബൈ പ്രൊഡക്റ്റിൽ നിന്നുണ്ടാകുന്ന വരുമാനം നമ്മൾ എന്തായിട്ട് കാണുന്നു, മെയിൻ പ്രൊഡക്റ്റിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു മിസ്ലീനിയസ് ഇൻകം ആയിട്ട് കണക്കാക്കുക. ഓക്കെ. അതായത് നമ്മൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ, മൈനർ ഇമ്പോർട്ടൻസ് നമ്മൾ അതിന് നൽകുന്നുള്ളൂ എന്നും അർത്ഥം. ഓക്കെ. അപ്പൊ ആ ഒരു മെത്തേഡ് അതാണ് നോൺ കോസ്റ്റ് മെത്തേഡിലെ ഒന്നാമത്തെ മെത്തേഡ്. അതാണ് എന്ത്, നമ്മൾ ബൈ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് ഒരു സ്ക്രാപ്പ് വാല്യൂ, ഒരു ചെറിയ നെഗ്ലിജിബിൾ വാല്യൂ മാത്രമേ അതിന് നൽകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വാല്യൂവിനെ നമ്മൾ മെയിൻ പ്രൊഡക്റ്റിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു മിസ്ലേനിയസ് ഇൻകം ആയിട്ട് അതിനെ പരിഗണിക്കുന്നു. ഓക്കെ. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ആഡിങ് സെയിൽസ് വാല്യൂ ടു മെയിൻ പ്രൊഡക്റ്റ്. അതായത് ബൈ പ്രൊഡക്റ്റ് സെയിൽസ് വാല്യൂ ആഡഡ് ടു മെയിൻ പ്രൊഡക്റ്റ് സെയിൽസ് വിത്ത് ടോട്ടൽ കോസ്റ്റ് ഡിഡക്റ്റഡ്. അതായത് നമ്മൾ ഇവിടെ രണ്ടാമത്തെ മെത്തേഡ് അനുസരിച്ചിട്ട് എന്താണ് ബൈ പ്രൊഡക്റ്റിന്റെ സെയിൽസ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ സെയിൽസ് വാല്യൂയിലേക്ക്, അതായത് മെയിൻ പ്രൊഡക്റ്റിന്റെ സെയിൽസ് വാല്യൂയിലേക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ഓക്കെ. വിത്ത് ടോട്ടൽ കോസ്റ്റ് ഡിഡക്റ്റഡ്. അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യുക, അതുവഴി നമ്മൾ എന്താണ് ഈ മെയിൻ പ്രൊഡക്റ്റും ബൈ പ്രൊഡക്റ്റും ഉത്പാദിപ്പിക്കുമ്പോൾ നമ്മൾ മൊത്തം ചെലവുണ്ടല്ലോ. അപ്പോൾ ഈ ബൈ പ്രൊഡക്റ്റിന്റെ സെയിൽസ് വാല്യൂ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ എന്തുണ്ടാവും, ഒരു ഡിഡക്ഷൻ നമുക്ക് അവൈലബിൾ ആവുകയും ചെയ്യും. ഓക്കെ. നമുക്കറിയാമല്ലോ. കാരണം എന്താണ് 100 രൂപ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് 100 രൂപ ചെലവ് വന്നു. ക്ലിയർ? അങ്ങനെയാണ് വരുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ അതിൽ ഇൻസിഡന്റലി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഐറ്റം ഉണ്ടാവും. ഒരു 20 രൂപയുടെ ഐറ്റം അതിൽ ഇൻസിഡന്റലി ഉൽപ്പാദിപ്പിക്കട്ടെ എന്ന് വിചാരിക്കുക.
അപ്പൊ ആ ഐറ്റം എന്താണ് നമ്മൾ മൊത്തം കോസ്റ്റ് ആയിട്ടുള്ള 100 നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 80 രൂപ നമുക്ക് ആക്ച്വൽ കോസ്റ്റ് വരുന്നുള്ളൂ. കാരണം എന്താണ്, ഇൻസിഡന്റിൽ ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ ഐറ്റത്തിൽ നിന്ന് നമുക്ക് ചെറിയ വരുമാനം ഉണ്ടായിട്ടുണ്ട്. ആ വരുമാനം നമുക്ക് കോസ്റ്റ് ഡിഡക്ഷൻ ആയിട്ട് മാറും. ഓക്കെ, നമ്മൾ സാധാരണ എന്താണ് ജനറൽ തിയറി എന്ന് പറയാം, നമുക്ക് അറിയാവുന്ന നമ്മൾ സാധാരണ അപ്ലിക്കബിൾ ആവുന്ന ഒരു കേസാണ്. ഇനി മൂന്നാമത്തത് സെയിൽസ് വാല്യൂ ഡിഡക്റ്റഡ് ഫ്രം പ്രോസസ് കോസ്റ്റ്. മൂന്നാമത്തെ മെത്തഡാണ് സെയിൽസ് വാല്യൂ ഡിഡക്റ്റഡ് ഫ്രം പ്രോസസ് കോസ്റ്റ്. പ്രോസസ് കോസ്റ്റിൽ നിന്നും സെയിൽസ് വാല്യൂ എന്ത് ചെയ്യാം, ഡിഡക്ട് ചെയ്യുന്ന ഒരു രീതി. ബൈ പ്രൊഡക്റ്റ് സെയിൽസ് വാല്യൂ ഡിഡക്റ്റഡ് ഫ്രം ടോട്ടൽ പ്രോസസ് കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റിന്റെ ടോട്ടൽ പ്രോസസ് കോസ്റ്റിൽ നിന്നും എന്താണ് ബൈ പ്രൊഡക്റ്റിന്റെ സെയിൽസ് വാല്യൂ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുന്ന രീതി ഒഴിവാക്കുക. ഓക്കെ, അതൊരു രീതി. ഇനി അടുത്ത രീതിയാണ് ക്രെഡിറ്റിംഗ് സെയിൽസ് വാല്യൂ ലെസ് സെല്ലിംഗ് എക്സ്പെൻസ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഡിഡക്റ്റഡ് ഫ്രം ബൈ പ്രൊഡക്റ്റ് സെയിൽസ് വാല്യൂ. അത് ബൈ പ്രൊഡക്റ്റിന്റെ സെയിൽസ് വാല്യൂയിൽ നിന്നും എന്ത് ചെയ്യുന്നു, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എന്ത് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ഡിഡക്റ്റഡ് ഫ്രം ബൈ പ്രൊഡക്റ്റ് സെയിൽസ് വാല്യൂ. അതാണ് നാലാമത്തെ മെത്തേഡ്. നാലാമത്തെ മെത്തേഡിൽ എന്താ ചെയ്യുന്നത്, ബൈ പ്രൊഡക്റ്റിന്റെ എക്സ്പെൻസിൽ നിന്നും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസിനെ എന്താക്കുക, ഒഴിവാക്കുക. ഓക്കെ, ഇനി അടുത്തത് ക്രെഡിറ്റിംഗ് സെയിൽസ് വാല്യൂ ലെസ് സെപ്പറേറ്റ് എക്സ്പെൻസസ്. സെപ്പറേറ്റ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് ഡിഡക്റ്റഡ് ഫ്രം ബൈ പ്രൊഡക്റ്റ് സെയിൽസ് വാല്യൂ. അതായത് അഞ്ചാമത്തെ മെത്തേഡിൽ പറയുന്നത് എന്താണ്, അതായത് അണ്ടർ ദിസ് മെത്തേഡ് ദി സെപ്പറേറ്റ് എക്സ്പെൻസസ്, അതായത് എക്സ്പെൻസസ് ഇൻകർഡ് ആഫ്റ്റർ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്, അതായത് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിന് ശേഷം നമുക്കറിയാലോ രണ്ടും പ്രൊഡക്റ്റിനും മെയിൻ പ്രൊഡക്റ്റിനും ബൈ പ്രൊഡക്റ്റിനും ഒരു സെർട്ടൻ പോയിന്റ് വരെ എന്തുണ്ടാവാറുണ്ട്, കോമൺ എക്സ്പെൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ആ കോമൺ എക്സ്പെൻസ് അതായത് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെയുള്ള ആ കോമൺ എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ നമ്മുടെ ബൈ പ്രൊഡക്റ്റിന്റെ സെയിൽസ് വാല്യൂയിൽ നിന്നും ആ കോമൺ എക്സ്പെൻസും അതുപോലെ തന്നെ എന്താണ്, അതായത് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിന് ശേഷം വന്നിട്ടുള്ള എക്സ്പെൻസ്, അതിനെയാണ് എന്ത് സെപ്പറേറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ്സീക്വന്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ആ എക്സ്പെൻസും അതുപോലെ തന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും ഇത് രണ്ടും എന്ത് ചെയ്യുന്നു, ബൈ പ്രൊഡക്റ്റിന്റെ സെയിൽസ് വാല്യൂയിൽ നിന്നും മൈനസ് ചെയ്ത് കാണിക്കുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. ക്രെഡിറ്റിംഗ് സെയിൽസ് വാല്യൂ ലെസ് സെപ്പറേറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്, അതായത് ബൈ പ്രൊഡക്റ്റിന്റെ സെയിൽസ് വാല്യൂയിൽ നിന്നും ബൈ പ്രൊഡക്റ്റിന് മാത്രം വന്നിട്ടുള്ള സെപ്പറേറ്റ് എക്സ്പെൻസിനെ എല്ലാം മൈനസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സെയിൽസ് വാല്യൂവിനെ എന്തിലേക്ക് എടുക്കുന്നു, നമ്മുടെ മെയിൻ പ്രൊഡക്റ്റിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇവിടെ ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി അടുത്താണ് റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ്. റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ എന്താണ് തൊട്ട് മുമ്പ് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം സെയിൽസിൽ നിന്നും എന്ത് ചെയ്യുന്നു, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആ പ്രോഡക്റ്റിന് മാത്രമല്ല ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നു. ആ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് അല്ലെങ്കിൽ സബ്സിക്വന്റ് എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്, ആ പ്രൊഡക്റ്റിന് വന്നിട്ടുള്ള ജോയിന്റ് എക്സ്പെൻസ്. ആ രീതിയിൽ നമ്മൾ റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ്, അതായത് നമ്മൾ ബാക്കിലേക്ക് ചെയ്യുക. മുന്നിലേക്ക് ആഡ് ചെയ്ത് സെയിൽസ് വാല്യൂ കണ്ടെത്തുന്ന പ്രകാരം സെയിൽസ് വാല്യൂയിൽ നിന്ന് ബാക്കിലേക്ക് വന്നിട്ട് കോസ്റ്റ് കണ്ടെത്തുന്ന ഒരു രീതി, അതിനെയാണ് റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ 6 മെത്തേഡുകളാണ് നമുക്ക് നോൺ കോസ്റ്റ് മെത്തേഡായിട്ട് ബൈ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്വീകരിച്ചു വരുന്നത്. അപ്പൊ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മിസ്ലേനിയസ് ഇൻകം ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആഡിങ് സെയിൽസ് വാല്യൂ ബൈ പ്രൊഡക്റ്റ് ടു സെയിൽസ് ഓഫ് ദി മെയിൻ പ്രൊഡക്റ്റ്, അതായത് മെയിൻ പ്രൊഡക്റ്റിന്റെ സെയിൽസ് വാല്യൂവിനോട് കൂടെ എന്ത് ചെയ്യുക, ബൈ പ്രൊഡക്റ്റിന്റെ വാല്യൂ കൂടി ആഡ് ചെയ്ത് വെക്കുക. അത് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡ് എന്താണ്, സെയിൽസ് വാല്യൂ ഡിഡക്റ്റഡ് ഫ്രം പ്രോസസ് കോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ ബൈ പ്രൊഡക്റ്റിന്റെ സെയിൽസ് വാല്യൂ ഡിഡക്ട് ചെയ്യുന്ന ഒരു രീതി. ഇനി നാലാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രെഡിറ്റിംഗ് സെയിൽസ് വാല്യൂ ലെസ് സെല്ലിംഗ് എക്സ്പെൻസ്, അതായത് നമ്മൾ എന്താണ് ബൈ പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഉണ്ടാവുന്ന ഒരു സെയിൽസ് വാല്യൂ ഉണ്ടാവുമല്ലോ, ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മെയിൻ പ്രൊഡക്റ്റിന്റെ അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു രീതി. നാലാമത്തെ എന്താണ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും അഞ്ചാമത്തേത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും അതുപോലെ തന്നെ ബൈ പ്രൊഡക്റ്റിന്റെ സെപ്പറേറ്റ് എക്സ്പെൻസും, ഈ രണ്ട് എക്സ്പെൻസ് മൈനസ് ചെയ്തതിന് ശേഷമുള്ള ഒരു വാല്യൂ ഉണ്ടായിരിക്കും, അതായത് ജോയിന്റ് എക്സ്പെൻസ്. ആ സെയിൽസ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൻ പ്രൊഡക്റ്റിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയാണ് അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ആറാമത്തെ മെത്തേഡ് റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ്. ഇങ്ങനെ 6 മെത്തേഡുകളാണ് നോൺ കോസ്റ്റ് മെത്തേഡായിട്ട് ബൈ പ്രൊഡക്റ്റ് അക്കൗണ്ട് ചെയ്യാൻ ഉള്ളത്. ഓക്കെ, ഇനി കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് 3 മെത്തേഡുകൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് അത് നോക്കാം. അതിൽ ഒന്നാമതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ്. എന്താണ്, പേര് തന്നെ നിങ്ങൾക്ക് അറിയാം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒക്കെ എന്താണെന്ന് നോക്കുക. ബൈ പ്രൊഡക്റ്റ് വാല്യൂഡ് അറ്റ് പർച്ചേസ് പ്രൈസ് ഈ ബോട്ട് ഫ്രം ഔട്ട്സൈഡ്.
ക്രെഡിറ്റഡ് ടു ജനറേറ്റിംഗ് പ്രോസസ്. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ് അനുസരിച്ചിട്ട് എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ഈ ഒരു ബൈ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്ത് നിന്ന് വാങ്ങുകയാണ് എങ്കിൽ ഓക്കെ നമുക്ക് എത്ര കൊടുക്കേണ്ടി വരും. ഓക്കെ നമ്മൾ ഈ ഒരു ഐറ്റം എന്താണ് പുറത്ത് നിന്ന് വാങ്ങുകയാണ് എങ്കിൽ എല്ലാത്തിനും നമുക്ക് നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർമാണ് പറയുമല്ലോ. നമ്മൾ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഓപ്ഷൻ ഇല്ല എന്ന് വിചാരിക്കുക, നമ്മൾ അതിന് പുറത്ത് നിന്ന് വാങ്ങുകയാണ്. അപ്പൊ പുറത്ത് നിന്ന് വാങ്ങുകയാണ് എങ്കിൽ അതിന് എന്ത് നൽകേണ്ടി വരും, ആ ഒരു വാല്യൂ ബൈ പ്രൊഡക്റ്റ് ഇടുന്ന ഒരു മെത്തേഡാണത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ദെൻ അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അതായത് നമ്മൾ ഇപ്പൊ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് നമുക്ക് അറിയാം എന്താണ് ഈ നമ്മൾ ഇടുന്നത് തന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ അതിന് പകരം എന്ത് ചെയ്യുന്നു, ഈ ഒരു ഐറ്റം നമ്മുടെ സ്ഥാപനം ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ശർക്കരയും അതുപോലെ തന്നെ പഞ്ചസാരയുമാണ് നമ്മുടെ ഉൽപ്പന്നം. നമ്മുടെ മെയിൻ ഉൽപ്പന്നം പഞ്ചസാര, രണ്ടാമത്തെ ഉൽപ്പന്നം ശർക്കര എന്ന് വിചാരിക്കാം. ഇപ്പൊ ശർക്കര എന്ന് പറഞ്ഞ ഉൽപ്പന്നം നമ്മൾ എന്താണ് പുറത്ത് നിന്ന് വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും, ആ ഒരു വില നമ്മൾ നമ്മുടെ ബൈ പ്രൊഡക്റ്റിന് ഇടുകയാണ് ചെയ്യുന്നത്. ബൈ പ്രൊഡക്റ്റിന്റെ വില കണക്കാക്കുന്നത് എങ്ങനെയാണ്, അത് പുറത്ത് നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എന്ത് നൽകേണ്ടി വരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ്. അതായത് സെറ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫോർ ഈച്ച് ബൈ പ്രൊഡക്റ്റ്, പ്രോസസ് അക്കൗണ്ട് ക്രെഡിറ്റഡ് വിത്ത് ദിസ് കോസ്റ്റ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നമ്മുടെ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓരോ ബൈ പ്രൊഡക്റ്റിനും കമ്പനി നേരത്തെ ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കും ഇത്ര ഒരു സ്റ്റാൻഡേർഡ്. ആ ഒരു സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യുന്നു, എത്രയാണോ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കമ്പനി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്രയാണോ ആ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ പ്രോസസ് അക്കൗണ്ടിൽ ബൈ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ പിന്നെ നാലാമത്താണ് ജോയിന്റ് കോസ്റ്റ് മെത്തേഡ്. ജോയിന്റ് കോസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ് ജോയിന്റ് കോസ്റ്റ് അപ് ടു സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ആർ അപ്പോർഷൻ ബിറ്റ്വീൻ മെയിൻ പ്രൊഡക്റ്റ് ആണ് ബൈ പ്രൊഡക്റ്റ്. ബൈ പ്രൊഡക്റ്റിന്റെയും മെയിൻ പ്രൊഡക്റ്റിന്റെയും എന്താണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെയുള്ള ജോയിന്റ് എക്സ്പെൻസിന് എന്ത് ചെയ്യുന്നു, അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മൂന്ന് മെത്തേഡുകളാണ് കോസ്റ്റ് മെത്തേഡുകളായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ് നമ്മുടെ ചാപ്റ്ററിൽ ആകെ നോക്കാനുള്ളത്. ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആയിരുന്ന മെയിൻ പ്രൊഡക്റ്റ് ആണ് ബൈ പ്രൊഡക്റ്റ് എന്ന ടോപ്പിക്. ഇതോടുകൂടി നമ്മൾ പ്രോസസ് അക്കൗണ്ട് എന്നുള്ള ഒരു ഭാഗം നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഈ പ്രോസസ് അക്കൗണ്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട അത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറയാം. അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടത്. ഓക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇതിനകത്ത് നോക്കേണ്ടത് ഒരു സിംഗിൾ പ്രോബ്ലം എടുക്കുക. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരാണ് അങ്ങനെ എടുക്കുക. ഒരു സിംഗിൾ പ്രോബ്ലം എടുക്കുക. ആ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് നോർമൽ ലോസും അബ്നോർമൽ ഗെയിനിന്റെയും ട്രീറ്റ്മെന്റ് വരുന്ന ഒരു സിംഗിൾ പ്രോബ്ലം എടുത്തിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ അത് നിങ്ങൾ എന്തായാലും ഇതിനകത്ത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ഈ പ്രൊഡക്ഷൻ ഈക്വലന്റ് പ്രൊഡക്ഷന്റെ ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് എടുക്കാൻ തോന്നുന്നു. അതായത് ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് കാണുന്ന ഒരു പ്രോബ്ലം അതും നിങ്ങൾ ഇതിനകത്ത് അത് ഏറ്റവും നല്ലത് ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് കാണുന്ന ഒരു പ്രോബ്ലം ഏറ്റവും നല്ലത് നിങ്ങൾ ഈ എന്താണ് ലിഫോ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. സോറി ഫിഫോ മെത്തേഡ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിലുള്ള എന്താണ് ഒരു ഈ പ്രോബ്ലം എടുത്തിട്ട് ചെയ്യാം. ഓക്കെ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക. എന്ത് കാണാന്, നിങ്ങളുടെ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ ഉത്പാദിക്കുന്ന സമയത്ത്. അപ്പൊ അതിനകത്ത് നിങ്ങൾ 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം. ആ തരത്തിലുള്ള പ്രോബ്ലം തന്നെ സ്റ്റേറ്റ്മെന്റ് ഈക്വലന്റ് പ്രൊഡക്ഷനും സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റും സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷനും ഒരു പ്രോസസ് അക്കൗണ്ടും എന്താണ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വലിയൊരു പ്രോബ്ലം എടുക്കുക. അതായത് എടുക്കുന്ന ഏറ്റവും നല്ലത് ഏതാണ് ഞാൻ പറഞ്ഞു, ഫിഫോ മെത്തേഡ് എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. ഓക്കെ അപ്പം ഞാൻ നിങ്ങൾക്ക് അന്ന് ഗ്രൂപ്പിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ചെയ്തു തന്നിട്ടുള്ള ആ ഒരു എക്സാമ്പിൾ തന്നെ എടുത്ത് ചെയ്താൽ മതി. കാരണം അത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. പിന്നെ ഉള്ളത് ഇന്റർ പ്രോസസ് പ്രോഫിറ്റ് എന്താന്ന് ഞാൻ തിയറി നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കുക തിയറീസ്. അപ്പൊ അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല എങ്കിൽ പോലും ബൈ ചാൻസിൽ ചിലപ്പോ എന്താണ് നമ്മളെ എല്ലാ തവണയും ഇമ്പോർട്ടന്റ് പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് ചിലപ്പോ വേറെ ഭാഗത്തിലേക്ക് സ്വിച്ച് ചെയ്യാൻ യൂണിവേഴ്സിറ്റി തീരുമാനിക്കുകയാണെങ്കിൽ പ്രോസസ് കോസ്റ്റിംഗിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പൊ ഈ ഒരു 3 പോർഷൻസ് അതായത് ഏതൊക്കെയാണ് പ്രോസസ് അക്കൗണ്ടിന്റെ ഫുൾ അബ്നോർമൽ ഗെയിൻ വരെയുള്ള പ്രോബ്ലം വരുന്ന ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷന്റെ ആ ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ ഇന്റർ പ്രോസസ് പ്രോഫിറ്റിന്റെ പ്രോബ്ലം. ഇത്രയും നമ്മൾ ഇതിനകത്ത് പ്രോബ്ലമായിട്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള എന്താണ് ഈ ജോയിന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് അതിൽ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ലെസർ ഇമ്പോർട്ടൻസ്, വളരെ കുറഞ്ഞ ഇമ്പോർട്ടൻസ് മാത്രമേ ഞാൻ അതിന് നൽകുന്നുള്ളൂ.
അതിന് തിയറി നിങ്ങൾ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് തിയറി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ട രീതിയിൽ പഠിച്ചു വെക്കുക. അതിന് അത്രേ ഇമ്പോർട്ടൻസ് നൽകേണ്ടതുള്ളൂ. അല്ലാതെ പ്രോബ്ലം വൈസ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ 3 ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ. ഇപ്പം ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു ഭാഗം ഇവിടെ നിർത്തുകയാണ്. ഇനി ഞാൻ നമുക്ക് ഓൾറെഡി പരിചയമുള്ള ഒരു ടോപ്പിക് ആണെന്ന് പറയാം, മാർജിനൽ കോസ്റ്റിംഗ്. ഓൾറെഡി നമുക്ക് പരിചയമുള്ള ടോപ്പിക് ആണ്. കാരണം നമ്മളത് ഇവിടെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിൽ നമുക്ക് മാർജിനൽ കോസ്റ്റിങ്ങിന്റെ ഭാഗങ്ങൾ നമ്മൾ പ്രോബ്ലം വെച്ചിട്ട് നമുക്കറിയാം. പി വി റേഷ്യോ, പിന്നെന്താണ് ബ്രേക്ക് ഇവൻ പോയിന്റ് ഒക്കെ വരുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു.